Substance unda, Substance Painter. Okay, students, today we will discuss about the ഒരു ഹെഡ് ഒരു മോഡലിങ്ങിൽ ചെയ്ത ഒരു ഹെഡിനെ എങ്ങനെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം, ഒരു ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ സൈറ്റുണ്ട്. ഓക്കെ, free3d.com 3D മോഡലിംഗ് ഫീമെയിൽ ഹെഡ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ക്യാരക്ടർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രീ ഡൗൺലോഡാണ്. അപ്പോൾ ഇവിടെ $0 ഇത് ഫ്രീ ഫോർ സ്റ്റുഡൻസും ബാക്കി എല്ലാവർക്കും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ടെക്സ്ചറിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ക്യാരക്ടർ. ഓക്കെ, ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു FBX ഫോർമാറ്റ്. ഇത് കണ്ടോ ഇവിടെ .fbx ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോഴാണ് നമുക്ക് ഈ സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ നമുക്കത് ഉപയോഗിക്കാം, പിന്നെ അത് വർക്കാവും. അപ്പോൾ നമുക്കൊരു ഫോൾഡറിൽ പോയി കണ്ടാലോ, ഇവിടെ കണ്ടോ. സോ ഒരു blank.html ബ്ലാങ്ക് ഇമേജ് JPG, പിന്നെ ഇത് പറഞ്ഞ ഓബ്ജക്റ്റ്, എന്നിട്ട് ഇത് FBX ഫയലാണ്. സോ ദിസ് വിൽ ബി ഓപ്പണിംഗ് ഇൻ ദ സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് എവിടെ ഉണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ മായ 1030 ബാച്ചിലെ സബ്സ്റ്റൻസ് പെയിൻറ്റർ അങ്ങനെ ഒരു ഫോൾഡർ ഞാൻ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. സോ ഗോ ടു ദ സബ്സ്റ്റൻസ് ഫയൽ, ഓപ്പൺ. സ്ക്രീന് വരുന്നില്ല. നോക്കട്ടെ, ഇത് ഇങ്ങനെ കൊടുക്കാം, അപ്പോൾ എല്ലാം ഒരുമിച്ച് കാണാം. ഇപ്പോൾ എല്ലാം കാണുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, ഈ free3d.com അതിലെ 3D മോഡലിംഗ് ഫീമെയിൽ. അപ്പോൾ OBJ ഫയൽ ഇതണ്ട, ഇത് OBJ ഫയൽ $0. ഇത് ഫ്രീ ഡൗൺലോഡാണ്, ഫ്രീ ഡൗൺലോഡ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോൾഡറിൽ തന്നെ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നേരെ നമുക്ക് സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ പോയിട്ട് ഫയൽ, ഓപ്പൺ, Ctrl+O അതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ അത് ചോദിക്കും, എവിടെ പറഞ്ഞിട്ട് ഈ പാത്ത് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് സബ്സ്റ്റൻസ് പെയിൻറ്ററിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചിലപ്പോൾ ഇങ്ങനെ വരും, മറ്റേ ഗ്രാഫിക് കാർഡ് സപ്പോർട്ട് ആവുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. നോക്കട്ടെ, നമുക്കൊരു മായാലോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടേ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ വി ക്യാൻ ഓപ്പൺ ദ മായ. സോ ഇതാണ് ഒരു 3D ക്യാരക്ടർ, കണ്ട. സോ ദിസ് ഈസ് ദ 3D ക്യാരക്ടർ. സോ മായയുടെ നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, വേണമെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തോ.
സ്റ്റുഡൻസ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, യു ക്യാൻ ഡൗൺലോഡ്. പിന്നെ അത് നമുക്ക് സബ്സ്റ്റൻസിലൊക്കെ ഡയറക്റ്റ് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആ ഒരു ക്യാരക്ടർ. ഓക്കെ, ഇത് ഹൈ പോളി പറഞ്ഞാൽ കണ്ട എത്ര മെഷുണ്ട്, കണ്ട അങ്ങനെ ഒരുപാട് മെഷുണ്ട്. നമുക്ക് ചെയ്ത് വെറുതെ രണ്ടല്ല മൂന്നല്ലേ ചെയ്യും ഇവിടെ. ഇത് ഹൈ പോളിയാണ് ഇതിൻ്റെ ഒരു കുറേ ടൈം എടുക്കും ഇത്. പക്ഷേ ഇത് ചെയ്തത് ബ്ലെൻഡറിൽ ചെയ്താൽ ഇങ്ങനെ കുറേ മെഷസ് വരും. ഇത്ര മെഷ് വരുന്നത് മായലല്ല, ബ്ലെൻഡറിൽ ഇത് വരും, ZBrushൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈസും കൂടി കുറച്ച് കുറയ്ക്കാം. കാരണം സൈസ് ഭയങ്കര കൂടുതലായിട്ട് കൊണ്ടാണ് അവിടെ ഓപ്പൺ ആവുന്നില്ല, അതാണ് പ്രശ്നം അവിടെ. അപ്പോൾ ഞാൻ സെലക്ഷൻ ചെയ്തു, ഫയൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ എക്സ്പോർട്ടിൽ FBX ഉണ്ട്, എക്സ്പോർട്ട് സെലക്ഷൻ. നമുക്കിത് അവിടെ വെക്കാം, സബ്സ്റ്റൻസ് പെയിൻറ്ററിലൊക്കെ വെക്കാം, പുറത്ത് തന്നെ വെക്കാം. ഫീമെയിൽ ഹെഡ്. ഇപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയാലോ. എന്താ ഇത് ഇൻസ്റ്റാൾ എന്ന് പറയുന്നത്? പിന്നെ ഒരുപാട് വ്യത്യാസം, ഡിഫറെൻറ്റ് ഇതുണ്ട് ഇതിൽ. there are so many updations. ഇത് കണ്ട
Can you see here? This is the character. നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. സ്കിന്നിൻ്റെ ടോണും ബാക്കി കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. അപ്പോൾ നരമ്പ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ട നരമ്പ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണിൻ്റെ ഡീറ്റെയിലും എല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ. സോ ഇത് ലെയർ ബേസ്ഡ് ആണ്. നമുക്ക് ലെയറായിട്ട് ഒന്ന് ചെയ്യാം. സോ വി ക്യാൻ ഗോ ടു ദ ലെയർ. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് ടു പെയിൻറ്റ് ദ ക്യാരക്ടർ. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യാം, UV ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഇവിടെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ പെയിൻറ്റ് ചെയ്യണം പറഞ്ഞാൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്കിൻ. ഓക്കെ, സോ sorry. So there are different colors. നമുക്കൊരു സ്കിന്ന് പറഞ്ഞാൽ different കളേഴ്സ് ഉണ്ട്. Okay, so here at least we can understand this is a dry skin. ചിലർക്ക് ചില സ്ഥലങ്ങൾ ഈ നമുക്ക് സണ്ണ് എവിടെ വീഴുന്നുണ്ടോ, മറ്റേ സൺലൈറ്റ്, അത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ ഡ്രൈ സ്കിന്ന് വരും. നോർമൽ സ്കിന്നുണ്ട്, പിന്നെ ഓയിൽ സ്കിന്നുണ്ട്, കോമ്പിനേഷൻ രണ്ടും ഒരുമിച്ച് സ്കിന്നുണ്ട്. സോ വെൻ യു വാണ്ട് ടു ക്രിയേറ്റ് ദ ക്യാരക്ടർ സ്കിൻ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ സ്കിന്നിൻ്റെ ഒരു ഇതുണ്ട്. കണ്ട, ഡ്രൈ പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ഗ്യാപ്സ് ഉണ്ടാവും. ഓയിൽ പറഞ്ഞാൽ ഇങ്ങനെ പിമ്പിൾസ് വരും. നോർമൽ പറഞ്ഞാൽ സ്മൂത്ത് വരും. കോമ്പിനേഷൻ പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് വരും. സോ ലൈക്ക് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ്. പിന്നെ ഡാർക്ക് സ്കിന്നുണ്ട്. ഡാർക്ക് സ്കിൻ എവിടെ വരും? അണ്ടർ ദ ഐ. ഈ കണ്ണിൻ്റെ താഴെ നമുക്ക് ഡാർക്ക് സ്കിന്ന് വരും. So you have to understand all this thing. Now I go to the substance. Inside the substance we can go for the shader. എന്നിട്ട് പറഞ്ഞാൽ താഴെ ഉണ്ട്. ഇവിടെ നമുക്ക് ഷേഡർ പറയും. ഓക്കെ, ദിസ് ഇസ് എ ഷേഡർ. എവിടെ? പഴയ വെർഷൻ, ഓൾഡ് വെർഷനിൽ ഷെൽഫ് അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഷേഡർ നമുക്ക് പറയാം. ഈ പുതിയതിൽ നമുക്ക് പറയുന്നത് അസേർട്സ്. ഈ അസേർട്സിൻ്റെ താഴെ നമുക്കെല്ലാം കിട്ടും. അതും ഇതും സെയിം തന്നെ, പക്ഷെ കുറേ ചേഞ്ചസ് ഉണ്ട്. സോ now slowly when you scroll, നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കാണിക്കും എന്താണ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കിന്നല്ലേ. അപ്പോൾ നമുക്ക് നേരെ സ്കിന്നിനകത്ത് പോവാം. സോ താഴെ പേര് കൊടുത്തിട്ടുണ്ട്, കണ്ട, സ്കിൻ, ഹ്യൂമൻ സ്കിൻ ഫ്ലാറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? കണ്ട, ഇങ്ങനെ ഡോട്ട് വരും.
then forehead skin പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. forehead skin. അല്ലെങ്കിൽ നമുക്കിവിടെ സ്കിന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഫേസ് സ്കിൻ. So we have to understand the tools here. So this is the brush, different types of brushes here. പിന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതിൽ. Then you have the filters. സ്മാർട്ട് ഫിൽറ്റേഴ്സ് പറഞ്ഞ മാസ്കിംഗ്, ഈ 3D objects, then some images are there. So now you can create a new layer. Then you can go for the add a new layer. So you can rename this one skin. System ഭയങ്കര സ്ലോ ആയിരിക്കുന്നു സിസ്റ്റം. So here you can give a skin. Then you can take the brush, then you can start painting the thing. So before you are going to paint, right click, then you have to add white mask, or you have to give a add paint. So when you give the add paint, then you can see ഭയങ്കര സ്ലോ ആയിരിക്കുന്നു. So you can select this object, then go for the edit, then you can go for the bake,
First try to bake the character. So now it is baking, all the process is continued. Okay, so now you can see it is applying. So wherever you want this, you can slowly apply the character. This is easy, something like a painting only. നമുക്ക് ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് ചെയ്യാം. ഫോട്ടോഷോപ്പിൽ നമുക്ക് 3D ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഫ്ലാറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് 3D ഒബ്ജക്റ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് കറക്കാം. ഇവിടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടെയും പേ ചെയ്യാം. കണ്ട, ഇവിടെ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലവും നമുക്ക് അടിക്കാം. You got the concept? അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ reduce the brush size by using the bracket.
അതുപോലെ നമുക്ക് ഇവിടെയും അടിക്കാം. ഇതാണ് അതിൻ്റെ UV 2-dimensional വ്യൂ. So you can turn all the side and check it out. ഇതൊരു ബേസിക് ഫസ്റ്റ് കോട്ടിങ് പറഞ്ഞാൽ ഫസ്റ്റ് ലെയറിൽ നമുക്കൊരു കളർ ഇട്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ. ജസ്റ്റ് വി ആർ പെയിൻറ്റിങ് ദ ഫസ്റ്റ് വൺ ബേസിക് ലെയർ. ഇപ്പോൾ എല്ലാ സ്ഥലവും നമുക്ക് കൊടുത്തു. So again you can create one more new layer, then right click, add fill, then you can apply the paint. നമുക്ക് വേറൊരു സ്കിൻ ടോൺ എടുക്കാം ഇവിടെ നിന്ന്. So we can use the brush also here. This brushes can be adjusted. When I come down to the brush, so you will be getting the color. So inside the color I can select the skin tone. കുറച്ചും കൂടി ലൈറ്റായിട്ട് നമുക്കൊന്ന് എടുക്കാം. So this everything is a detail for the skin. Then here we can paint it. So I want to add one black mask. Black mask will remove, so I can go for one white mask. Then again you can paint it.
the second layer. So check for the color, what color you want inside the brush. എൻ്റെ കയ്യിലുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ട് സോഫ്റ്റ്വെയർ. ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിലില്ല. So here like this you can change the color and you can blend the colors. So wherever you want you can change it, light and dark. Try to go for one nice reference, any one character reference here you can take it. Female portrait photography, so you'll be getting one nice skin tone. So according to the skin tone you can do. So here there is one shining here. So forehead will be more shining. നമ്മുടെ നെറ്റിൻ്റെ ഭാഗം ഒരുപാട് ഷൈനിങ് ഉണ്ടാവും. So that can be very light here. കണ്ട. So this will be very light. You can reduce the flow and opacity also. നോസിൻ്റെ ഭാഗം. So same like Photoshop, you can keep on painting the character. Light ആയിട്ട് ഇവിടെ ഒരു മെർജ് ചെയ്യാം നമുക്ക്. ഈ ശരിക്കും നമ്മളുടെ ഒരു മേക്കപ്പ് ചെയ്യുന്ന പോലെ, ഒരു മേക്കപ്പ് ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ മോളുണ്ട്, മേക്കപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യും, ആദ്യം ഒരു ഫൗണ്ടേഷൻ ഇടും. ഫൗണ്ടേഷൻ ഇസ് ദ ഫസ്റ്റ് ലെയർ. ഓക്കെ, സെക്കൻഡ് ലെയർ പിന്നെ അതിൻ്റെ ഒരു സ്കിൻ ടോൺ എടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും. സോ ലൈക്ക് ദാറ്റ് വി ആർ മേക്കിംഗ് ദ ക്യാരക്ടർ മോർ ബ്യൂട്ടി. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഈ ബ്യൂട്ടീഷ്യൻ അറിഞ്ഞവർക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം. They will understand what is the color tone, എവിടെ നമുക്ക് മിക്സ് ചെയ്യണം. സോ വൈ വി ആർ യൂസിങ് ദിസ് വയലറ്റ് പിങ്ക് കളർ, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ എല്ലാം മനസ്സിലാവും. സോ കുറച്ചും കൂടി യെല്ലോയിഷ് നമുക്ക് കൊടുക്കാം. യെല്ലോയിഷ് കളർ വിൽ ബി ഓൺ ദ ഫോർ ഹെഡ്. ഇവിടെ ഫോർ ഹെഡിൽ കുറച്ച് യെല്ലോയിഷും കളറും നമുക്കൊന്ന് ലൈറ്റായിട്ട് കൊടുക്കാം. നോസിൽ അങ്ങനെ വരും, ഹൈലൈറ്റ്. പിന്നെ ഈ ചീക്കിൻ്റെ ഭാഗത്തിൽ കുറച്ചും കൂടി പിങ്കിഷ് നമുക്ക് റെഡും ആഡ് ചെയ്യണം. സോ വി ഹാവ് ടു ഗോ ഫോർ ദ റെഡിഷ് ആൻഡ് പിങ്കിഷ്. കണ്ട. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു യൂസ് സ്റ്റുഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാളിൽ കയറി അവർ എന്താണ് ഉണ്ടത് അവിടെ നമുക്ക് കാണാം. So like that, first you apply and check all the options. പിന്നെ എവിടെ ഭംഗിയായിട്ട് വരുന്നുണ്ടോ ആ സെയിം കോൺസെപ്റ്റ് നിങ്ങൾ എടുത്ത് അവിടെ അടിച്ചാൽ മതി. ഓക്കെ, ഫ്ലോ കുറച്ചും കൂടി നമുക്ക് കൂട്ടാം. ഈ ഫേസിൻ്റെ അടുത്ത് ഒരു സ്കിൻ ഇങ്ങനെ വരും. പിന്നെ കുറച്ചും കൂടി നമുക്കത് ഡാർക്ക് ആക്കാം. അത് സെക്കൻഡ് ലെയർ പോലെ.
ഇതെല്ലാം ഡാർക്കായിട്ട് വരും. കുറച്ചും കൂടി ഫ്ലോ കുറയ്ക്കാം. So it's the same like Photoshop only, you have to mix the color. ഈ ഫ്ലോ കൂട്ടുമ്പോൾ നമുക്ക് ഡാർക്ക് ലൈറ്റ് എല്ലാം വരും. So wherever you want highlight, there you can give the this one. സോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ലൈറ്റ് ടു ഡാർക്ക് ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഡാർക്ക് ടു ലൈറ്റ് അങ്ങനെയും ചെയ്യാം. അത് ഒരു ശരിക്കും ഒരു നല്ലൊരു മിക്സിംഗ് ആയിട്ട് വരും. അപ്പോൾ അതാണ് ഒരു സ്കിന്നിൻ്റെ ഒരു ഇത് ടോൺ. Then you can go to the lips area. Lips area കുറച്ചും കൂടി ഒരു പിങ്കിഷ് ആയിട്ട് നമുക്ക് എടുക്കാം. ആദ്യം ബ്രഷിൻ്റെ സൈസ് കുറച്ചിട്ട് ഒരു പിങ്ക് ടോണായിട്ട് നമുക്ക് കൊടുക്കാം. വയലറ്റ് പിങ്ക് പോലെ. പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. So understanding the skin and merging the color. ഇവിടെ കണ്ട, അപ്പോൾ പിങ്കിൽ നമുക്ക് റെഡിഷ് പിങ്ക് അങ്ങനെ ഒരുപാട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ നമുക്കൊരു സ്കിന്നിൻ്റെ ഇത് കിട്ടും. സോ അവർ എത്ര കോമ്പിനേഷൻ ഉണ്ട് കളറിന് നമുക്ക് നോക്കിയിട്ട് ചെയ്യണം. അത് കുറച്ച് സമയം എടുക്കും. ഈ പെയിൻറ്റിങ് കാര്യങ്ങൾ അറിഞ്ഞവർ പെട്ടെന്ന് ചെയ്യും, അല്ലെങ്കിൽ മേക്കപ്പ് അറിഞ്ഞവർ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫൗണ്ടേഷനും അതൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. അതുപോലെ ലെയർ നമുക്ക് ചെയ്യാം. കണ്ട, ഇപ്പോൾ ഈ ഇതും കുറച്ചുകൂടി മെർജായി. സോ യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ പെയിൻറ്റിങ് ഇൻ ഫോട്ടോഷോപ്പ് ആസ് വെൽ ആസ് ഇൻ ദ. കുറച്ചുകൂടി ഹൈലൈറ്റ് വേണം പറഞ്ഞാൽ നമുക്കൊരു കുറച്ചുകൂടി ഹൈലൈറ്റ് ഇവിടെ കൊടുക്കാം. ഒരു വൈറ്റ് കളറായിട്ട് നമുക്കൊന്ന് കിട്ടും.
സോ എവിടെ ഓയിൽ സ്കിന്ന് എവിടെ ഡാർക്ക് സ്കിന്ന് അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ ഒരു കഴിഞ്ഞ ക്ലാസ് ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് ഓരോ ലെയറായിട്ട് ഞാൻ ചെയ്തത്. യു ക്യാൻ സീ ഹിയർ ദ ലിപ്സും അതിൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് നരമ്പ് ഇത് കണ്ടോ, ഇത് നരമ്പ് ഞാൻ ഒരു ലൈറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ദ നെർവ്സ്. പിന്നെ ഐബോൾ സെപ്പറേറ്റ് ഒരു ബേസ് കളർ വൈറ്റ് കളറും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്കിൻ ടോണും പിന്നെ ഐബോൾ അതിൻ്റെ ഉള്ളൊരു ടെക്സ്ചറും പിന്നെ ഈ ഡാർക്ക് പകുതി പിന്നെ ഐബ്രോ സ്കിന്ന് പിന്നെ ഹെയർ കണ്ട. ഈ ഹെയർ അല്ലാതെ എങ്ങനെയുണ്ട് വിത്തൗട്ട് ഹെയർ? അപ്പോൾ when you keep the hair it will be nice. Again reduce the opacity also. നമുക്ക് ഇങ്ങനെ opacity കുറയ്ക്കാം. ഒപ്പാസിറ്റി ഫുള്ളായാലും ഇങ്ങനെ റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സി സോ ലൈക്ക് ദാറ്റ് ഡൗൺലോഡ് ദ സോഫ്റ്റ്വെയർ, ട്രൈ ടു പെയിൻറ്റ് ദ ക്യാരക്ടർ. നമുക്ക് ഒരു കാർട്ടൂണായിട്ട് കിട്ടും, റിയലിസ്റ്റിക് ആയിട്ട് കിട്ടില്ല, ഒരു കാർട്ടൂണായിട്ട് അത് കിട്ടും.